സ്വന്തമായൊരു കിടപ്പാടമെന്നത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ്. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പണം സ്വരൂപിച്ചിട്ടും വീട് പണി തുടങ്ങാനോ പൂർത്തിയാക്കാനോ കഴിയുന്നില്ലേ? പുതിയൊരു ഭൂമി വാങ്ങാൻ നോക്കുമ്പോൾ എപ്പോഴും തടസ്സങ്ങൾ വരുന്നുണ്ടോ? നിങ്ങളുടെ സ്വപ്നഭവനം ഇനിയും അകന്നു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഓം ശ്രീ വിഷ്ണുമായ സഹിതായ നമഃ. പ്രിയ ഭക്തരെ, ഏവർക്കും സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായ ഭവനയോഗം വേഗത്തിൽ സാധ്യമാകാൻ തടസ്സം നിൽക്കുന്ന ജ്യോതിഷപരമായ കാരണങ്ങളും സാക്ഷാൽ ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹത്താൽ ആ വിഘ്നങ്ങൾ മാറ്റാൻ ചെയ്യേണ്ട അതിവിശിഷ്ടമായ പരിഹാരങ്ങളുമാണ് ഇന്ന് നാം നോക്കുന്നത്. ഭവന തടസ്സങ്ങളുടെ ജ്യോതിഷ കാരണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. വേദജ്യോതിഷപ്രകാരം ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 4-ാം ഭാവമാണ് ഭവനസ്ഥാനം അഥവാ സുഖസ്ഥാനമായി കണക്കാക്കുന്നത്. ഭൂമിയുടെയും വസ്തുവകകളുടെയും നാഥനായ ഗ്രഹം കുജൻ അഥവാ ചൊവ്വയാണ്. ജാതകത്തിൽ 4-ാം ഭാവാധിപന് ബലക്കുറവുണ്ടാകുകയോ ശനി, രാഹു, കേതു തുടങ്ങിയ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയോ സ്വാധീനമോ 4-ാം ഭാവത്തിൽ പതിക്കുകയോ ചെയ്താൽ ഭവന നിർമ്മാണം വൈകുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുകയും ചെയ്യും. അതുപോലെ കുജദോഷം അഥവാ ചൊവ്വയുടെ സ്ഥാനം പ്രതികൂലമാണെങ്കിൽ ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ എപ്പോഴും തടസ്സങ്ങൾ നേരിടും. ചിലപ്പോൾ തുടങ്ങിയ പണി പാതി വഴിയിൽ നിലച്ചു പോകാനും ഇത് കാരണമാകും. ഭവനയോഗത്തിനായുള്ള ശ്രീ വിഷ്ണുമായ സ്വാമി പരിഹാര കർമ്മങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം. ഈ ഗ്രഹദോഷങ്ങൾ അകറ്റി അതിവേഗം ഭവനയോഗം സിദ്ധിക്കാൻ താഴെ പറയുന്ന താന്ത്രിക മാന്ത്രിക പരിഹാരങ്ങൾ ഭക്തിയോടെ ചെയ്യുക. ഓൺലൈൻ പൂജകൾ വഴിത്തട്ടിപ്പുകളാണെന്ന് തിരിച്ചറിഞ്ഞ് നേരിട്ടോ നിങ്ങളുടെ സ്വന്തം ഭവനത്തിലോ ഈ കർമ്മങ്ങൾ ഭക്തിയോടെ അനുഷ്ഠിക്കുക. ഭൂമികാരകനായ കുജന്റെ ദോഷങ്ങൾ അകറ്റാനും വാസ്തുദോഷങ്ങൾ ഇല്ലാതാക്കാനും ഏറ്റവും ഉത്തമമായ ഒന്നാണ് കരിങ്ങാലി. കഠിനമായ ദോഷങ്ങൾ കുറയ്ക്കാൻ ശുദ്ധമായ കരിങ്ങാലി മാലയോ കൈകളിൽ കരിങ്ങാലി കൊണ്ടുള്ള വളയോ നിങ്ങൾ നിത്യവും ധരിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ശരീരത്തിലെ ദുർഗ്രഹങ്ങളുടെ സ്വാധീനം കുറയ്ക്കാനും തടസ്സങ്ങൾ നീങ്ങാനും സഹായിക്കും. യഥാർത്ഥ കരിങ്ങാലി മാലയും കയ്യിൽ ധരിക്കാൻ ബ്രേസ്ലെറ്റ് എന്നിവയ്ക്കും ഞങ്ങളെ സമീപിക്കുക. എള്ളെണ്ണ വിളക്ക് വയ്ക്കൽ. ഒരു മണ്ഡലകാലം, അതായത് 41 ദിവസം മുടങ്ങാതെ സന്ധ്യാസമയത്ത് വീട്ടിൽ തെക്ക് ദിക്കിലേക്ക് ദർശനമായി എള്ളെണ്ണ ഒഴിച്ച മൺവിളക്ക് കത്തിച്ചു വയ്ക്കുക. വിഷ്ണുമായ പ്രീതി ലഭിക്കാൻ ദീപത്തിനു മുന്നിലിരുന്ന് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ മൂലമന്ത്രം 108 തവണ തികഞ്ഞ ഭക്തിയോട് ജപിക്കുക. ഈ സമയം മനസ്സിൽ സ്വന്തമായി ഒരു ഭവനം എന്ന ലക്ഷ്യം മാത്രം സങ്കൽപ്പിക്കുക. ഭൂമി സംബന്ധമായ തടസ്സങ്ങൾ ഉടനടി മാറാൻ ചൊവ്വാഴ്ചകളിലോ വെള്ളിയാഴ്ചകളിലോ സ്വാമിക്ക് കടുംപായസവും ചുവന്ന പട്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പച്ചരിയും ശർക്കരയും ചേർത്തുള്ള നിവേദ്യവും സ്വാമിക്ക് അത്യന്തം പ്രിയപ്പെട്ടതാണ്. കുജന്റെ അതിദേവതയായ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ പഞ്ചാമൃതാഭിഷേകവും ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചനയും നടത്തുക. ഇത് ഭൂമിലാഭത്തിന് ഏറ്റവും ശ്രേഷ്ഠമാണ്. വിഘ്നങ്ങളെല്ലാം മാറാൻ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ഗണപതി ഭഗവാൻ കറുകമാല സമർപ്പിക്കുകയും നാളികേരം ഉടയ്ക്കുകയും ചെയ്യുക. ഈ പരിഹാരകർമ്മങ്ങൾ തികഞ്ഞ വിശ്വാസത്തോടെ 41 ദിവസം മുടങ്ങാതെ അനുഷ്ഠിച്ചാൽ ഗ്രഹദോഷങ്ങളുടെ കാഠിന്യം തീർച്ചയായും കുറയും. നിങ്ങളുടെ ജാതകത്തിൽ വരുന്ന അടുത്ത വ്യാഴമാറ്റത്തിലോ, അതായത് വ്യാഴത്തിൻ്റെ അനുകൂല ഗോചരത്തിലോ കുജന്റെ രാശിമാറ്റത്തിലോ ഭവന നിർമ്മാണത്തിനുള്ള വ്യക്തമായ വഴികൾ തെളിയുകയും അതിനുള്ള സാമ്പത്തിക സഹായം ലഭിക്കുകയും ചെയ്യും. മാസങ്ങൾക്കുള്ളിൽ തന്നെ അനുകൂലമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. ജ്യോതിഷം എന്നത് നമ്മുടെ ജീവിതയാത്രയിലെ ഒരു വെളിച്ചം മാത്രമാണ്. ഈശ്വരാനുഗ്രഹത്തിനൊപ്പം നിങ്ങളുടെ നിരന്തരമായ പ്രയത്നവും കഠിനാധ്വാനവും ചേരുമ്പോഴാണ് ആഗ്രഹങ്ങൾ സഫലമാകുന്നത്. ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കും ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും സ്വാമിയുടെ അനുഗ്രഹത്തിനുമായി താഴെ ഓം ശ്രീ വിഷ്ണുമായ നമഃ എന്ന് രേഖപ്പെടുത്തുക. കൂടുതൽ ജ്യോതിഷാത്മീയ അറിവുകൾക്കും വഴികാട്ടലുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹം ഏവർക്കുമുണ്ടാകട്ടെ. ശ്രീ വിഷ്ണുമായ സ്വാമി ശരണം.